ഇന്ന് പത്രവാർത്തകൾ അവതരിപ്പിക്കാൻ ശ്രീമാൻ സുജിത് ചന്ദ്രനാണ് എനിക്കൊപ്പം ഉള്ളത് തത്സമയം. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മിസ്റ്റർ സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. കുറച്ച് ദിവസമായി ഇടവേള ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ നേരെ പത്രത്തിലേക്ക് പോവാം. ഓക്കെ. കേരള കൗമുദി ആണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത്. കേരള കൗമുദിയുടെ ഒന്നാമത്തെ പേജിലെ ഒരു വാർത്താ ചിത്രം ശ്രദ്ധേയമാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇന്നലെ എസ് എഫ് ഐയുടെ വലിയ സമരം നടന്നല്ലോ യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ. ഡോക്ടർ മോഹൻ കുന്നുമലിൻ്റെ രാജി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി പ്രയോഗം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചിത്രം മുൻപേജിൽ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അത് വന്നില്ലേ? സ്കാൻ ചെയ്യാനൊരു പക്ഷേ വിട്ടുപോയെന്ന് തോന്നുന്നു. ചിത്രം ഞാൻ കാണിക്കാം. വന്നു. യെസ്. അപ്പോൾ ഇതാണ് ആ ചിത്രം. ആ ഒരു സമരത്തിൻ്റെ സ്വഭാവത്തെ പൂർണ്ണമായിട്ടും ദ്യോതിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. രണ്ട് സൈഡിലും ഇതേപോലെ വലിയ ആക്രമണമാണ്. 2-3 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണം, പ്രതിഷേധം, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം, പിന്നെ അത് ഉയർത്തിവിടുന്ന അതിന് പിന്നാലെ വന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, ഗവർണറുടെ ഇടപെടലുകൾ ഒക്കെയുണ്ട്. അതിൻ്റെ അലയൊലികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും കേരള കൗമുദി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രം ശ്രദ്ധേയമായിരിക്കുന്നു. രണ്ടാമത്തെ വാർത്ത നോക്കാം. കെട്ടിക്കിടക്കുന്നു 7 ലക്ഷം ജീവിതം. അതായത് സെക്രട്ടേറിയറ്റിൽ തീർപ്പായത് 52% ഫയലുകൾ മാത്രമാണ് എന്ന് പറയുന്നു. ഫയൽ നീക്കം സ്തംഭനാവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്യോഗസ്ഥ അലംഭാവം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഒന്നാം പിണറായി സർക്കാർ വന്ന് അധികാരമേറ്റതിന് ശേഷം തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അടക്കം അഭിസംബോധന ചെയ്ത് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. 7 ലക്ഷം ജീവിതങ്ങൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. ജീവിതം എന്നുള്ളത് ഫയലിൻ്റെ ഒരു പര്യായമായി തന്നെ കേരള കൗമുദി ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗം കൂടി കണക്കിലെടുത്തായിരിക്കാം. കേരള കൗമുദിയുടെ 7ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ കൗതുകരമായ മറ്റു വാർത്ത. കനകോലു സർവേ 4 ജില്ലകളിൽ കോൺഗ്രസ് വിയർക്കും എന്നാണ് പറയുന്നത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി അധികാരത്തിലേറുമെന്ന് UDF സ്വപ്നം കാണുമ്പോഴും 4 ജില്ലകളിൽ കോൺഗ്രസിൻ്റെ നില തൃപ്തികരമല്ലെന്നാണ് ഈ കനകോലുവിൻ്റെ സർവേ പറയുന്നത് എന്ന് പറയുന്നു. അതായത് വി ഡി സതീശൻ സ്വന്തം നിലയ്ക്ക് നൽകിയ വിലയിരുത്തലും മറ്റൊരു ഇൻ്റലിജൻസ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലും ഏറെക്കുറെ സമാനമായ കണ്ടെത്തലുകളാണ് ഉള്ളത് എന്ന് പറയുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലായിരിക്കും കോൺഗ്രസ് വിയർക്കുക എന്നാണ് കനകോലുവിൻ്റെ സർവേയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരള കൗമുദി കൊടുക്കുന്ന വാർത്ത. കേരള കൗമുദി ഇന്ന് ആദ്യം തന്നെ സാധാരണഗതിയിൽ കേരള കൗമുദി 2ാമതോ 3ാമതോ ഒക്കെയാണ് നമ്മൾ പ്രസ് സ്റ്റോപ്പിൽ എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് 1ാമത് തന്നെ എടുക്കാൻ കാരണം കേരള കൗമുദിയുടെ സ്ഥാപക ദിനം കൂടിയാണിത്. അക്ഷരം അഗ്നിയാക്കിയ മാധ്യമം കേരള കൗമുദി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ദീർഘചരിത്രം ഒക്കെ ഇന്ന് കേരള കൗമുദി പത്രത്തിലുണ്ട്. പ്രത്യേക പുള്ളൗട്ടുകളൊക്കെ ഉണ്ട്. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ അക്ഷരം അഗ്നിയാക്കിയ നവോത്ഥാന കേരള സൃഷ്ടിയിൽ അനിഷേധ്യമായ പങ്കുവഹിക്കുന്ന വാർത്താമാധ്യമമാണ് കേരള കൗമുദി. 1940 കേരള കൗമുദി ഒരു സമ്പൂർണ്ണ ദിനപത്രമാക്കി മാറ്റുകയായിരുന്നു KS സുകുമാരൻ. അതിനു മുമ്പ് ഒരു വാരികയായിട്ടായിരുന്നു ഈ പത്രം ഉണ്ടായിരുന്നത്. പുനരാവിഷ്കരിക്കുമ്പോഴാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ധർമ്മം ഈ കേരള കൗമുദി പത്രത്തിൻ്റെ ധർമ്മമായി KS സുകുമാരൻ പത്രാധിപർ ഏറ്റെടുത്തത്. രണ്ടാമത് പോവുകയാണെങ്കിൽ വീക്ഷണത്തിലേക്കാണ് ഇന്ന് പോകുന്നത് പതിവില്ലാതെ. കാരണം വീക്ഷണത്തിൻ്റെയും 50ാം വാർഷികമാണിത്. 50 സംവത്സരങ്ങൾ നേരിനൊപ്പം എന്ന് പറഞ്ഞ് വീക്ഷണം മുൻപേജിൽ തന്നെ അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോഗോ ആയിരിക്കാം അത്. മറ്റു വാർത്തകളിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ എനിക്ക് വിശ്വാസം സൈനിക മേധാവിയെ എന്ന നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിൻ്റെ തെളിവുമായി രാഹുൽ വന്ന വാർത്തയാണ്. ഇന്നലെ നരവനെ പറഞ്ഞത് അദ്ദേഹം പെൻഗ്വിൻ എന്താണോ പറയുന്നത് ഈ പുസ്തക പ്രസിദ്ധീകരണം സംബന്ധിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്നാണ്. എങ്കിൽ പോലും നരവനെയുടെ പഴയ അഭിപ്രായം കാലം മായ്ക്കാതെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് വീക്ഷണം പറയുന്നു. പുസ്തകം ലഭ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് 2023 ഡിസംബറിൽ MM നരവനെ ചെയ്ത ട്വീറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അടക്കമാണ് ആ വാർത്ത. നരവനെ അന്ന് പറഞ്ഞു, ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്, ലിങ്ക് പിന്തുടരുക, സന്തോഷകരമായ വായന, ജയ് ഹിന്ദ്. എക്സിലെ അന്ന് ട്വിറ്ററായിരുന്നു. നരവനയുടെ ഈ പോസ്റ്റാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിവാദത്തെ വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു വീക്ഷണം. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം അതിൻ്റെ മുൻപേജിലാണ്. സ്വാഭിമാനം സുവർണ്ണ ജൂബിലി എന്ന പേരിൽ പത്രം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, പത്രമേഖലയാകെ നേരിടുന്ന പ്രതിസന്ധികൾ, പത്രത്തിൻ്റെ ഈ സാർത്ഥക ചരിത്രം എന്നിവയൊക്കെ പറയുന്ന വളരെ ദീർഘമായ ഒരു
എഡിറ്റോറിയൽ മുൻ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത, അട്ടിമറിക്കുന്നു ആസൂത്രിതം, സ്വർണ്ണക്കൊള്ള കേസ് ദുർബലമാക്കി സർക്കാർ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഈ കൊടിമരക്കൊള്ളയിലേക്കൊക്കെ നീങ്ങുന്നത് കൊണ്ട് കൂടിയായിരിക്കും വീക്ഷണം അങ്ങനെ ഒരു ആംഗിൾ എടുക്കുന്നതെന്ന് കരുതുന്നു. CPIM നേതാവ് വാസു ഇന്ന് പുറത്തിറങ്ങിയേക്കും. നമ്മൾ അല്പം മുമ്പ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവിക ജാമ്യം കിട്ടി 90 ദിവസത്തിന് ശേഷം ഒരുപക്ഷെ വാസു ഇന്ന് പുറത്തിറങ്ങാനാണ് സാധ്യത. തന്ത്രിക്ക് 2.05 കോടിയുടെ നിക്ഷേപം ഉണ്ട്, അനധികൃത നിക്ഷേപമുണ്ട് എന്ന് ഇന്നലെ SIT കോടതിയിൽ നൽകിയ വിവരമടക്കം ആ വാർത്തയിൽ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ഹിന്ദുവിലേക്ക് വരികയാണെങ്കിൽ സെൻറ്റർ മാൻഡേറ്റ് ലേബൽ ഫോർ ഫോട്ടോ റിയലിസ്റ്റിക് AI കണ്ടൻറ്റ് എന്നുള്ളതാണ് രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഭാഷാദിനം, മലയാള ദിനപത്രങ്ങളും ഒട്ടുമിക്ക പത്രങ്ങളും അത് പ്രധാന വാർത്തയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അമെൻഡഡ് IT റൂൾസ് കോൾസ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് AI ജനറേറ്റഡ് സിന്തറ്റിക് മീഡിയ. അതായത് AI ഏതാണ്, അല്ലാത്ത ചിത്രങ്ങൾ ഏതാണ്, യഥാർത്ഥ ചിത്രങ്ങൾ ഏതാണെന്ന് അറിയാത്ത ഒരു കാലമാണിത്. അതുകൊണ്ട് AI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. AI ജനറേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾക്ക് മേൽ, അതായത് ഈ അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾക്ക് മേൽ അതിൻ്റെ ഒരു ഇത് AI ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ലോഗോ വെക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് വന്നത്. മനോരമ എടുത്താൽ സാമൂഹ മാധ്യമ ഉള്ളടക്കം നിയന്ത്രണം കടുപ്പിച്ച് കേന്ദ്രം, കോടതിയോ സർക്കാരോ പറഞ്ഞാൽ 3 മണിക്കൂറിനകം ഉള്ളടക്കം നീക്കണമെന്നാണ് പറയുന്നത്. ഉടൻ അടി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യക്തിഗത പരാതികളിലും നടപടിക്കുള്ള സമയപരിധി കുറച്ചു. 20 മുതൽ ഈ 20-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങളടക്കമുള്ള ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിയമവിരുദ്ധ ഉള്ളടക്കം വിലക്കി. കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉത്തരവ് ലഭിച്ചാൽ കമ്പനികൾ തുടർ നടപടിയെടുക്കേണ്ട സമയം 36 മണിക്കൂറിൽ നിന്നാണ് ഈ 3 മണിക്കൂറായി കുറയ്ക്കുന്നത് എന്ന വാർത്തയുണ്ട്. തൊട്ടപ്പുറത്ത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് ഒരു വാർത്ത, ഒരു പുതിയ അപ്ഡേറ്റ് വരികയാണ്. ഇന്ത്യക്ക് തിരിച്ചടി കരാറിൽ എങ്ങനെയാണ്? ടെക്സ്റ്റൈൽ നികുതിയിൽ ബംഗ്ലാദേശിന് US തീരുവ 0 വാർത്തയുടെ വിശദാംശത്തിലേക്ക് ചെന്നാൽ, ബംഗ്ലാദേശുമായുള്ള US-ന്റെ പുതിയ വ്യാപാര കരാർ ഇന്ത്യയിലെ പരുത്തി കർഷകർക്കും ടെക്സ്റ്റൈൽ വ്യവസായത്തിനും തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് US-ന്റെ തീരുവ 18%. ഇത് കുറച്ചാണ് ഈ 18% മുമ്പുള്ളതിനേക്കാൾ. എന്നാൽ ഇത് ബംഗ്ലാദേശിന് 19%. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരുത്തി ഉപയോഗിച്ചാണ് ഈ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീരുവ 0 മാറും. അതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് പരുത്തി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി അവർ നിർത്താൻ പോകുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. കാരണം തീരുവ 0 തിരിച്ച് ടെക്സ്റ്റൈൽ തിരിച്ചു കൊടുക്കുമ്പോൾ. അങ്ങനെ ഈ കരാർ എങ്ങനെ ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടി കൂടി ആകും എന്ന് മനോരമ പറയുന്നു. മനോരമയുടെ 11-ാം പേജിലേക്ക് ചെന്നാൽ, VS or no എന്ന കൗതുകരമായ തലക്കെട്ട്. പോരിനിറങ്ങുമോ VS-ന്റെ മകൻ അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്? ഈ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കുറേ ദിവസമായി നിലനിൽക്കുന്നുണ്ട്. VS അരുൺകുമാറിൻ്റെയും അതുപോലെ സുരേഷിൻ്റെയും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മകനും മുൻ പേഴ്സണൽ അസിസ്റ്റൻറ്റും ഇക്കുറി തിരഞ്ഞെടുപ്പ് പോരിനിറങ്ങുമോ? കോൺഗ്രസും CPIM-ഉം നടക്കുന്ന അണിയറ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിൻ്റെ സൂചനയാണ് നൽകുന്നത്. അരുൺകുമാർ ഇറങ്ങിയാൽ CPIM-ന് വേണ്ടിയായിരിക്കുമെന്നും, ഒരു പക്ഷേ പാലക്കാട് സുരേഷ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയേക്കാം, കോൺഗ്രസ് സമീപിച്ചിരുന്നു എന്നതടക്കം ഇന്നലെ ന്യൂസ് മലയാളത്തോടക്കം സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇവർ സ്ഥാനാർത്ഥികളാകുമോ? ഒപ്പം ഈ രണ്ടുപേരും സ്ഥാനാർത്ഥികളാണെങ്കിലും ലക്ഷ്യമിടുന്ന ഇടത് വോട്ടുകളാണ്. VS-ന്റെ ഓർമ്മയെ എങ്ങനെ എൻകാഷ് ചെയ്യാമെന്ന് ശ്രമിക്കുകയാണ് കോൺഗ്രസും അതേപോലെ CPIM-ഉം. എൻകാഷ് എന്നുള്ള വാക്ക് വോട്ട് പിടിക്കുക എന്നുള്ള മാത്രം അർത്ഥത്തിൽ എടുത്താൽ മതി. കൈ പിടിക്കുമോ PK ശശി എന്ന ആ വാർത്തയിൽ തന്നെ ചോദിക്കുന്നു. PK ശശി ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് മറിഞ്ഞേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാലക്കാടൻ കൂട്ടായ്മയ്ക്ക് CPM വിമതര ഭീഷണി ഉയർത്തിയേക്കാം എന്നുള്ള വാർത്ത. അന്തിമ വോട്ടർ പട്ടിക 21 വരുമെന്നടക്കം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിൻ്റെ ചൂട് പത്രങ്ങളുടെ വാർത്തകൾക്കും ആ ഒരു ചൂടും ചൂരുമൊക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി മനോരമയുടെ 12-ാം പേജിലേക്ക് ചെന്നാൽ, സമരമധുരം എന്ന് പറഞ്ഞ ഒരു വാർത്താചിത്രം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമരത്തിൻ്റെ ചിത്രത്തോടെയാണ് നമ്മൾ തുടങ്ങിയത് ഇന്നലെ. ഇത് ഡൽഹിയിൽ നടന്ന സമരമാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പാർലമെൻറ്റ് മന്ദിരത്തിന് പുറത്ത് സമരം ചെയ്യുന്ന ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ തുടങ്ങിയ MP-മാർക്ക് അകാലിദൾ MP ഹർസിമത് കൗർ ബാദൽ കടലമിഠായി സമ്മാനിച്ചപ്പോൾ എന്നാണ് ആ വാർത്ത. ഒരു ജീവനുള്ള വാർത്താ ചിത്രമാണത്. ആ മിഠായി പാക്കറ്റ് നൽകിയിട്ട് കൈവീശി നടന്നു പോകുന്ന MP-യുടെ ചിത്രം. സമരമിരിക്കുന്ന MP-മാർ, കേരള MP-മാരടക്കമുള്ളവർ പടിക്കെട്ടിലിരിക്കുന്ന ആ ചിത്രം അതിലുണ്ട്. 16-ാം പേജിലേക്ക്, സ്പോർട്സ് പേജിലേക്ക് പെട്ടെന്ന് പോയാൽ, ഒടുവിൽ ഇന്ത്യ പാക്
ഓൺ ഇന്ത്യ പാക് മത്സരം നടക്കും. ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ ഔദ്യോഗികമായി ഉപേക്ഷിച്ചിരിക്കുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം 15-ന് കൊളംബോയിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിന് ടീം കളത്തിലിറങ്ങുമെന്ന് പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചു. 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പാകിസ്ഥാൻ്റെ ഈ പിന്മാറ്റം എന്ന വാർത്തയുണ്ട്. മാതൃഭൂമിയിലേക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ ഈ AI കടിഞ്ഞാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഹിന്ദുവിൻ്റെ വാർത്ത തന്നെയാണ്, ഒന്നാം വാർത്ത തന്നെയാണ് മാതൃഭൂമിയുടെ ഒന്നാം വാർത്ത. AI ലേബൽ വേണമെന്നതടക്കം ഇങ്ങനെയാണ്. കൃത്രിമമായി നിർമ്മിച്ച ചിത്രങ്ങളോ വീഡിയോകളോ ആണെങ്കിൽ അക്കാര്യം വ്യക്തമായി കാണിക്കുന്ന ലേബലിങ്ങുകൾ ഉണ്ടാകണം. ഓഡിയോ വിവരങ്ങളാണെങ്കിൽ അതിനു മുമ്പായി ഓഡിയോയിലൂടെ തന്നെ ഇത് AI നിർമ്മിതമാണ്. അതായത് പ്രശസ്തരുടെയും പ്രഗത്ഭരുടെയും ഒക്കെ ശബ്ദ സന്ദേശങ്ങളൊക്കെ വരുന്ന ഒരു കാലമാണല്ലോ, അത് കൂടി പറയുന്നു. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ സ്പീക്കറെ നീക്കാൻ 118 സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നീക്കം ഇന്ന് വലിയ വാർത്തയാണ്. ലോക്സഭയിൽ ഓം ബിർള സമ്പൂർണ്ണ പക്ഷപാതിത്വം കാട്ടുകയാണെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസ്, അതിൽ 118 പേരാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. തൃണമൂൽ അല്പം കൂടി സമയം ചോദിച്ചിട്ടുണ്ട്, തൃണമൂൽ ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പം രാഹുലും ഈ നിവേദനത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് അതിൻ്റെ സാങ്കേതികത്വം ഒരുപക്ഷെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായതുകൊണ്ടോ മറ്റോ ആണ്. ഏതായാലും രാഹുൽ അതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പിട്ടവർ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ദേശാഭിമാനിയിൽ പണിമുടക്കാൻ രാജ്യം നാളെ രാത്രി മുതൽ പണിമുടക്ക്, ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് തുടങ്ങുകയാണ്. കേരളവും നിശ്ചലമാകുമെന്ന് പറയുന്നു. മംഗളത്തിൻ്റെ വാർത്തയും വേയിൽ പിടിമുറുക്കി കേന്ദ്രം. അങ്ങനെയാണ് ജന്മഭൂമിയിൽ പ്രധാനമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ലക്ഷ്യമിട്ടു. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു എന്നൊക്കെ ജന്മഭൂമിയിൽ വാർത്തയുണ്ട്. ലോക്സഭാ ദൃശ്യങ്ങൾ പുറത്ത് എന്നതടക്കമുള്ള വാർത്ത ജന്മഭൂമിയിൽ വരുന്നു. ഈ ഓം ബിർളയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയ നീക്കമാണ് മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത. സേതു. ഓക്കെ സുജിത്ത്, ശരി.